എന്താ പ്രിയങ്ക നീ എന്തായി കാണിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. ആരോടാ നീ ഇത്രയും ദേഷ്യം തീർത്തേ? ഏട്ടത്തൊന്ന് പോകുന്നുണ്ടോ? എന്റെ പ്രശ്നങ്ങൾ ആർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. ആര് പറഞ്ഞു? നിന്റെ പ്രശ്നം എന്താണെന്ന് നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? രാധികയാണോ നിന്റെ പ്രശ്നം? രാധികയ്ക്ക് കണിമംഗലത്ത് കിട്ടുന്ന സ്ഥാനം എന്തിന്? വരുണിന്റെ മനസ്സിലുള്ള സ്ഥാനം അത്രയും നിനക്ക് കിട്ടുന്നില്ലെന്ന് നിന്റെ ഉള്ളിലില്ലേ? ഉണ്ടെങ്കിൽ എന്താ, അത് സത്യമല്ലേ? ഇവിടെ ആർക്കാ എന്നോട് സ്നേഹമുള്ളേ? അമ്മയ്ക്കുണ്ടോ? അച്ഛനുണ്ടോ? മുത്തശ്ശിക്കുണ്ടോ? വരുന്നുണ്ടോ? എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ ഇഷ്ടമല്ല, എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ വരുൺ പറഞ്ഞത്. എന്നിട്ട് കണിമംഗലത്തുകാർ എന്ത് ചെയ്തു? അല്ലെങ്കിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇഷ്ടമായിരിക്കുന്ന കണിമംഗലത്തുകാരുടെ മനസ്സില് എങ്ങനെയാണ് കുടിയേറിയിരിക്കേണ്ടതെന്ന് നിന്റെ ചേച്ചിക്ക് നല്ലോണം അറിയാം. അവളുടെ ഞൊട്ടുഞൊടുക്ക് വിദ്യകളുണ്ടല്ലോ, ഈ വൈദ്യം, പ്രാർത്ഥന, പിന്നെ സ്നേഹത്തെ കുറിച്ചുള്ള അവളുടെ ചില വാചകങ്ങൾ, അതിലൊക്കെ ആരും വീണുപോകും. പ്രിയങ്കയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറയാം. രാധിക സൂര്യയുടെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ ഭർത്താവിന്റെ കൂടെ ഒരുത്തി കൊഞ്ചിക്കൊഴിയുന്നത് കണ്ട അതാരായാലും ഞാൻ ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്യാൻ പ്രിയങ്കയ്ക്കും കഴിവുണ്ടായാൽ മതി. അവൾ ഇവിടുന്ന് പൊയ്ക്കോളും. പ്രിയങ്ക, ഈ രാധികയെ നമുക്ക് രണ്ടുപേർക്ക് ശല്യം. നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരുടെ ഇടയിൽ നല്ലതുപോലെ ജീവിക്കണമെങ്കിൽ അതിനിടയിലും ഈ രാധിക എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടാവാൻ പാടില്ല. നിന്റെ ചേച്ചിയൊന്നും അല്ലല്ലോ, എവിടുന്നോ എടുത്തു വളർത്തിയതല്ലേ. അപ്പ അവൾക്ക് നിന്റെ വിവാഹ ജീവിതം തകർക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതെ, അതും ഇതൊന്നും പറഞ്ഞ് സമയം കളയാൻ പറ്റില്ല. പ്രിയങ്കയ്ക്ക് ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കും. പ്രിയങ്കേ, അപ്പുറത്ത് അച്ഛനുണ്ടെങ്കിൽ ഇവിടെ ചെറിയച്ഛനുണ്ട്. അപ്പുറത്ത് അമ്മയുണ്ടെങ്കിൽ ഇപ്പുറത്തതേ ചെറിയമ്മയുണ്ട്. അവിടെ നെഞ്ചു വിരിച്ചു നിൽക്കാൻ വരുണുണ്ടെങ്കിൽ ഇവിടെ ഗൗതമുണ്ട്. മോളെ പ്രിയങ്കേ, ജീവിതം ഒന്നേ ഉള്ളൂ. അത് ആസ്വദിക്കാനുള്ള സമയത്ത്